ഒരാനയും നായയും ഒരുമിച്ച് പ്രഗ്നൻ്റ് ആകുന്ന ഒരു കഥ പറയുന്നുണ്ട്. 100 Days 100 Stories സീരീസ് ഡേ 3. അങ്ങനെ ഒരു കാട്ടിൽ നായയും ആനയും ഒരുമിച്ച് പ്രഗ്നൻ്റ് ആവുകയാണ്. 3-ാം മാസം നായ പ്രസവിക്കുന്നു. 6 പട്ടിക്കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നു. ശേഷം വീണ്ടും 6-ാം മാസം പ്രഗ്നൻ്റ് ആകുന്നു. 9-ാം മാസം വീണ്ടും പ്രസവിക്കുന്നു. അങ്ങനെ ഈ പ്രക്രിയ തുടർന്നു കൊണ്ടേയിരുന്നു. അങ്ങനെ 18 മാസം കഴിഞ്ഞതിന് ശേഷം ഈ നായ ആനയോട് ചോദിക്കുകയാണ്, ശരിക്ക് നീ പ്രഗ്നൻ്റ് തന്നെയാണോ? നീ ഗർഭിണി തന്നെയാണോ? കാരണം ഞാനിവിടെ 3 പ്രസവം കഴിഞ്ഞു, എന്നിട്ടും നീ പ്രസവിച്ചിട്ടില്ല. ഇതെന്താണ് സംഭവം? അപ്പോൾ ഇത് കേട്ട ആന പറഞ്ഞു, ഞാൻ ക്യാരി ചെയ്യുന്നത്, ഞാൻ ചുമക്കുന്നത് ഒരു പട്ടിക്കുഞ്ഞിനെയല്ല, ഒരു ആനയെയാണ്. കാരണം ഞങ്ങൾ 18 മാസത്തിൽ ഒരു പ്രാവശ്യം മാത്രമാണ് പ്രസവിക്കുന്നത്. അഥവാ ഞങ്ങൾ പ്രസവിച്ചാൽ ഞങ്ങളുടെ കുഞ്ഞ് ഭൂമി തൊട്ടാൽ ലോകമറിയും. ഞങ്ങൾ റോഡ് മുറിച്ച് കിടക്കുകയാണെങ്കിൽ വാഹനങ്ങൾ നിർത്തും, എന്നിട്ടൊന്ന് നോക്കും. ശരിക്കു പറഞ്ഞാൽ ഇങ്ങനെ തന്നെയല്ലേ? വലിയ വലിയ സംഭവങ്ങൾ നടക്കണമെങ്കിൽ കുറച്ചധികം സമയമെടുക്കും, കുറച്ചധികം വേദനകൾ സഹിക്കേണ്ടി വരും. നമ്മളിങ്ങനെ വിചാരിക്കും, നമുക്ക് ദൈവം നൽകുന്നത് ഒരുപാട് സമയമെടുത്തിട്ടാണ്. നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകൾക്ക് പെട്ടെന്ന് കിട്ടുന്നുണ്ട്. അത് വീടാകാം, സമ്പാദ്യമാകാം, ജോലിയാകാം, മറ്റുള്ള എന്ത് കാര്യങ്ങളും നമുക്കെന്തെങ്കിലും കിട്ടുന്നത് അത് ഒരുപാട് സമയമെടുത്തിട്ടാണ്. നമ്മൾ എന്തിനാണ് മറ്റുള്ളവരുടെ അനുഗ്രഹങ്ങളിൽ അസൂയപ്പെടുന്നത്? നമ്മുടെ സമയം വരുന്നേയുള്ളൂ. നമ്മുടെ സമയം എത്തിക്കഴിഞ്ഞാൽ പീപ്പിൾ വിൽ ബി അമേസ്ഡ്.